കണ്ടീഷനെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതെ, അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ കോംപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ചേഴ്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഡിലേഡ് യൂണിയൻ അല്ലെങ്കിൽ നോൺ യൂണിയൻ എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ചാണ്. നമ്മളൊന്ന് പറഞ്ഞു എന്താണ് ഡിലേഡ് യൂണിയൻ എന്ന് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതെ, ഡിലേഡ് യൂണിയൻ എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്താണ്, ഫ്രാക്ചർ കുറേ കാലം ഉണങ്ങാണ്ട്, അതായത് യുണൈറ്റ് ആവാതെ, ഹീലിംഗ് നടക്കാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഡിലേഡ് യൂണിയൻ എന്ന് പറയുന്നത് അല്ലേ. When a fracture takes more than usual time to unite, it is called said to have delayed union. അപ്പോൾ എന്താണ്, കുറേ കാലം കഴിഞ്ഞിട്ട് ഫ്രാക്ചർ ഹീൽ ആവുന്നില്ല, അതിനാണ് ഡിലേഡ് യൂണിയൻ എന്ന് പറയുക. A large percentage of such fractures eventually unite. In some, the union does not progress and they fail to unite. These are called non-union. അപ്പം എന്താണ്, കുറേ കാലം ഫ്രാക്ചർ ഹീലാവാതെ ഇരിക്കുകയും പിന്നീട് അത് ഹീലാക്കി ചിലപ്പോൾ ആകാം, പിന്നെയും ഹീലാകാതെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോൺ യൂണിയൻ. Conventionally, it is not before 6 months that fracture can be declared as non-union. അപ്പോൾ എന്താണ്, 6 മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 6 മാസം കഴിഞ്ഞിട്ടും ഫ്രാക്ചർ യുണൈറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ നോൺ യൂണിയൻ എന്ന് വിളിക്കും. It is often difficult to say whether the fracture is in delayed union or has gone into non-union. Only the progressive evaluation of the X-rays over a period of time can solve this problem. അപ്പോൾ എന്താണ്, കുറേ കാലം നമ്മൾ ചെക്ക് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി 5-6 മാസം കഴിഞ്ഞിട്ടും ഇത് ഹീൽ ആകുന്നില്ല എന്നൊരു സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, നമ്മൾ അതിനെ നോൺ യൂണിയൻ എന്ന് വിളിക്കുന്നത്. Presence of mobility at the fracture after a reasonable period is surely a sign of non-union. അപ്പോൾ മൊബിലിറ്റി ഉണ്ടാവുക, അപ്പോൾ ഫ്രാക്ചർ സൈറ്റിൽ മൊബിലിറ്റി ഉണ്ടാവുക, അതായത് രണ്ട് ഫ്രാക്ചർ സൈറ്റുകളിൽ അനങ്ങുക, രണ്ട് ഫ്രാക്ചർ ഫ്രാഗ്മെന്റ്സ് തമ്മിൽ അനങ്ങുക, നമ്മൾ അനക്കി നോക്കിക്കഴിഞ്ഞാൽ അനങ്ങുക, അത് എന്ന് പറയുന്നത് ഒരു സൈൻ ഓഫ് നോൺ യൂണിയൻ ആണ്. Presence of pain at the fracture site is usually using the limb is also indicate. While using the limb is also indicate non-union. എന്താണ്, ഏതാണോ ഫ്രാക്ചർ ഉണ്ടായ ഭാഗം, ആ ഭാഗം കൊണ്ട് ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ കൈ ആണെങ്കിൽ കൈ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ വേദന എടുക്കുക, അതും ഒരു നോൺ യൂണിയന്റെ ഇൻഡിക്കേഷൻ ആണ്. നോൺ യൂണിയൻ മേ ബി painless if a pseudo joint forms between the fracture ends. അതായത് രണ്ട് ഫ്രാക്ചർ എൻഡുകളും തമ്മിൽ ഒരു സ്യൂഡോ ജോയിന്റ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ സ്യൂഡോ ആർത്രോസിസ് എന്നാണ് പറയാം. അതൊരു ജോയിന്റ് പോലെ ഫംഗ്ഷൻ ചെയ്യണം, പേഷ്യന്റിന് അത് അനക്കാനൊക്കെ പറ്റും, ആ രീതിയിൽ ഒരു ജോയിന്റ് ആയിട്ട് അതങ്ങ് ഫംഗ്ഷൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതൊരു പെയിൻലെസ് ആയിട്ട് മാറും. കോസസ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. സം ഓഫ് ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിലേഡ് യൂണിയൻ ആർ ഓക്കെ. ഡിലേഡ് യൂണിയനിൽ ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഏജ്, വയസ്സായ ആൾക്കാർക്ക് ഫ്രാക്ചർ യുണൈറ്റ് ആക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വയസ്സാകുക അല്ലെ, പ്രായം, ഓൾഡ് ഏജ്. പിന്നെ അസോസിയേറ്റഡ് സിസ്റ്റമിക് ഇൽനെസ് ലൈക്ക് മാലിഗ്നൻസി ഓർ ഓസ്റ്റിയോമലേഷ്യ, മാലിഗ്നൻസി ഉണ്ടാവുക അല്ലെ ഓസ്റ്റിയോമലേഷ്യ പോലത്തെ കണ്ടീഷൻ. പിന്നെ ചില ഫ്രാക്ചറുകൾ അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിലേഡ് യൂണിയൻ, ഇറ്റ്സ് കോൾഡ് distraction at the fracture site, like muscle pulling of the fragment. അതായത് ഫ്രാക്ചർ ഫ്രാഗ്മെന്റ് ആകാണ്ട് ഡിസ്ട്രാക്ട് ചെയ്ത് പോവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലെഗിന്റെ എസ്പെഷ്യലി തൈ റീജിയണിൽ വരുന്ന ഫീമർ ഫ്രാക്ചേഴ്സിനൊക്കെ പ്രത്യേകത വെച്ചാൽ ഈ ഫ്രാക്ചേഴ്സ് മസിൽ ഭയങ്കര സ്ട്രോങ് മസിൽസ് ആണ്. അപ്പോൾ പുള്ളിങ് ഓഫ് മസിൽസ് ഉണ്ടാവും, മസിൽ കൊണ്ടുള്ള പുള്ള് കാരണം പോകും. ഉദാഹരണമാണ് പട്ടല ഓർ ഫ്രാക്ചർ ഓഫ് ഒലക്രോൺ പ്രോസസ്. പട്ടലയുടെ ഫ്രാക്ചറിന്റെ പ്രത്യേകത, പട്ടലയ്ക്ക് ഒരു ബേഴ്സ് ഫ്രാക്ചർ പോലത്തെ ഒരു ഫ്രാക്ചറാണ് ഉണ്ടാവുക. പട്ടല ഇങ്ങനെ പല കഷ്ണങ്ങളായിട്ട് ചെതറി പോവുകയാണ് ചെയ്യുക. അപ്പോൾ പട്ടലയിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ക്വാഡ്രിസെപ്സ് ടെൻഡൺ ആണ്. ക്വാഡ്രിസെപ്സ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര
ഒരു ഭയങ്കര ഫോഴ്സ് ഉള്ള ഒരു ടെൻഡനാണ്. അപ്പോൾ ഈ ക്വാഡ്രിസെപ്സിന്റെ ടെൻഡോൺ ഇതിന്റെ പട്ടലയിൽ വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളതും ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് പട്ടലയിലെ ഇത് ചിലപ്പോൾ രണ്ട് സൈഡിലേക്ക് പോകും. അതുപോലെ തന്നെയാണ് മറ്റു ചില ഫാക്ടേഴ്സ് ലൈക്ക് ഗ്രാവിറ്റി, ഫ്രാക്ചർ ഓഫ് ഷാഫ്റ്റ് ഓഫ് ഹ്യൂമറസിന്റെ ഷാഫ്റ്റിൽ ഗ്രാവിറ്റി കാരണം ഇത് അകന്നു പോവുക, കാരണം കൈ തൂക്കിയിടുമ്പോൾ ഗ്രാവിറ്റി കാരണം അകന്നു പോവുക. സോഫ്റ്റ് ടിഷ്യൂ ഇന്റർപോസിഷൻ, രണ്ട് ഫ്രാക്ചർ ഫ്രാഗ്മെന്റുകൾക്കിടയ്ക്ക് സോഫ്റ്റ് ടിഷ്യൂ കയറുക. ഉദാഹരണമാണ് ഫ്രാക്ചർ ഷാഫ്റ്റ് ഓഫ് ഹ്യൂമറസ്, ഷാഫ്റ്റ് ഓഫ് ഫീമർ, ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഫ്രാക്ചർ ഫ്രാഗ്മെന്റുകൾക്കിടയ്ക്ക് സോഫ്റ്റ് ടിഷ്യൂ വന്ന് പെട്ടുപോവുക. അങ്ങനെ അതുപോലെ ബോൺ ലോസ് അറ്റ് ദി ടൈം ഓഫ് ഫ്രാക്ചർ, ബോൺ ലോസ് അതായത് ബോൺ അങ്ങ് പൊട്ടിപ്പോവുക, പുറത്തേക്കായി ചിലപ്പോൾ ചെതറിപ്പോവുക, അല്ലെങ്കിൽ നമ്മൾ പറയും കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ഫ്രാക്ചേഴ്സിൽ ബോൺ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അവിടെ തിരിച്ച് റീപ്ലേസ് ചെയ്യാൻ ബോണില്ല, ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഒരു നല്ല വലിപ്പത്തിൽ നല്ല സാധാരണ കൂടാൻ പറ്റുന്നതിനേക്കാൾ ഗ്യാപ്പ് ഉണ്ടാവുക. അപ്പം ആ ഗ്യാപ്പ് കാരണം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിൻ്റെ അത്ര ഇത് വരുന്നില്ല, ബോൺ അവിടെ ഉണ്ടാകാൻ പറ്റുന്നില്ല, ആ രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഡിലേഡ് യൂണിയൻ വരും. ഫ്രാക്ചർ ഓഫ് ടിബിയ, ഫ്രാക്ചർ ഓഫ് അൾന, ഇതൊക്കെയാണ്. ഓപ്പൺ ടൈപ്പിലാണ് ഇത് പ്രധാനമായിട്ടും വരിക. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ ടൈപ്പ് നമ്മൾ പറഞ്ഞു ഓപ്പൺ ഫ്രാക്ചർ ആൻഡ് ക്ലോസ്ഡ് ഫ്രാക്ചർ. ഓപ്പൺ ഫ്രാക്ചർ മീൻസ് എ ഫ്രാക്ചർ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ അറ്റ്മോസ്ഫിയർ. ഒരു മുറിവുണ്ടായി അത് അറ്റ്മോസ്ഫിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് അതിനെ ഓപ്പൺ ഫ്രാക്ചർ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഡാമേജ് ടു ബ്ലഡ് സപ്ലൈ ഓഫ് ദി ഫ്രാക്ചർ ഫ്രാഗ്മെന്റ്സ്. ബ്ലഡ് സപ്ലൈ ഉണ്ടാവുക, ഡാമേജ് ആവുക. ബ്ലഡ് സപ്ലൈ ആ ഭാഗത്തുകൾ, അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ബ്ലഡ് വെസൽസിനൊക്കെ ഇഞ്ചുറി സംഭവിക്കും. ബ്ലഡ് വെസൽസിനൊക്കെ ഇഞ്ചുറി സംഭവിക്കുന്ന സമയത്ത് ആ ബ്ലഡ് വെസൽ അങ്ങ് മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറവാണ്. അപ്പോൾ അങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെ ഒരു കൊളാട്രൽസ് ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ കൊളാട്രൽ സർക്കുലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഫ്രാക്ചർ ഫ്രാഗ്മെന്റ് ഹീലാവാൻ ബുദ്ധിമുട്ടാകും. ഉദാഹരണം ഫ്രാക്ചർ നെക്ക് ഓഫ് ദി ഫീമർ. ഇനി അടുത്ത പത്തോളജിക്കൽ ഫ്രാക്ചർ ഓഫ് എ ഷാഫ്റ്റ് ഓഫ് ഫീമർ. അതായത് പത്തോളജിക്കൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിലേ ആവാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അത് ഓൾറെഡി ബോൺ ഈസ് വീക്കൻഡ് ബൈ സം ഡിസീസ് ലൈക്ക് മാലിഗ്നൻസി ഓർ ഓസ്റ്റിയോപീനിയ ഓർ ഓസ്റ്റിയോപോറോസിസ്, അങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉള്ളത് കൊണ്ട് ഇത് ഡിലേ ആകാൻ ബുദ്ധിമുട്ടാണ്. ഫ്രാക്ചർ ഓൾറെഡി ബോൺ വീക്കാണ്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഡിലേ ആവാൻ ബുദ്ധിമുട്ടാണ്, ഹീലാവാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കോസസ് ഓഫ് റിലേറ്റഡ് ട്രീറ്റ്മെന്റ്, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനുള്ള കുഴപ്പം. ഇൻഅഡക്വേറ്റ് റിഡക്ഷൻ, നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ടില്ല, പ്രോപ്പർ റിഡക്ഷൻ വന്നിട്ടില്ല. ഇൻഅഡക്വേറ്റ് ഇമ്മൊബിലൈസേഷൻ, നല്ല രീതിയിൽ ഇമ്മൊബിലൈസ് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ ലെഗിലുള്ള ഫ്രാക്ചേഴ്സ്, ലോവർ ലിംബ് ഫ്രാക്ചേഴ്സിന്റെ ഒക്കെ പ്രത്യേകത വെച്ചാൽ മിക്കപ്പോഴും POP ഇടേണ്ടി വരും. ഇപ്പം നമ്മൾ ഇപ്പം കെട്ടുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, നമ്മൾ സ്കെയിലൊക്കെ വെച്ച് കെട്ടും. ഇപ്പോൾ നല്ലൊരു ഫ്രാക്ചർ ഉണ്ട്, നമ്മൾ ചില സ്ഥലങ്ങളിൽ നല്ല പ്രോപ്പറായിട്ട് ഇമ്മൊബിലൈസേഷൻ വേണം. പ്രോപ്പറായിട്ട് ഇമ്മൊബിലൈസേഷൻ ഇല്ല, നമുക്ക് POP ഒക്കെ ഇടേണ്ട സ്റ്റേജ് ആണെന്ന് വിചാരിക്കുക, നമ്മളത് കെട്ടി മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പേഷ്യന്റ് ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടാവും കാല് കുത്തരുത് എന്ന് പറയുന്നുണ്ടാവും, പേഷ്യന്റ് ചിലപ്പോൾ അതൊന്നും കേൾക്കണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ POP ഇട്ട് വിടുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രാക്ചർ ഓഫ് ദി കാൽക്കേനിയം എന്ന് പറഞ്ഞാൽ ഹീൽ ബോൺ ആണ്. ഈ ഹീൽ ബോണിന്റെ ഫ്രാക്ചറിന് എന്തായാലും ഉപ്പൂറ്റി കുത്തുന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ചർ ഫ്രാഗ്മെന്റ് ഇളവ്. അപ്പം അവിടെ നമ്മളിപ്പോൾ സ്കെയിൽ വെച്ച് കെട്ടി വിട്ടിട്ട് കാര്യമില്ല, അവിടെ POP ഇടണം അല്ലേ. അപ്പോൾ ഇമ്മൊബിലൈസേഷൻ അവിടെ പ്രോപ്പർ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ജസ്റ്റ് ഒരാഴ്ചക്കിടയ്ക്ക് നമ്മൾ പോയിട്ട് വരുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ എങ്ങാനും ഒന്ന് കാല് കുത്തിയാൽ മതി, അത് ഇളകും. അതുപോലെ തന്നെ ലോവർ ലിംബിലെ മറ്റ് ഫ്രാക്ചേഴ്സിന്റെയും പ്രത്യേകത എങ്ങനെയാണ്? അപ്പോൾ ഉപ്പൂറ്റി കുത്തുന്നുണ്ടെങ്കിൽ ഇത്തരം ഫ്രാക്ചേഴ്സ് ഇളകും. അപ്പോൾ ഇമ്മൊബിലൈസേഷൻ അഡക്വേറ്റ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിസ്ട്രാക്ഷൻ ഡ്യൂറിങ് ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഫ്രാക്ചർ, ഈ ഫീമറിന്റെ ഒക്കെ ഫ്രാക്ചറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മസിൽ പുള്ളാണ്. അപ്പോൾ കാലൊന്ന് അനക്കിയാൽ മതി ആ ഫ്രാക്ചർ ഫ്രാഗ്മെന്റ് ഇളകി പോകാൻ. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, ഈ ഡിലേഡ് യൂണിയൻ വരാനുള്ള കാരണങ്ങൾ. പിന്നെ കാലസ് ഫോർമേഷൻ ഉണ്ടാകാതിരിക്കുക. ടൈപ്സ് ഓഫ് നോൺ യൂണിയനിനകത്ത് ഇത് വരുന്നതാണ് എട്രോഫിക് എന്ന് പറയുന്നൊരു ടൈപ്പ്. എട്രോഫിക് എന്ന് പറഞ്ഞാൽ, എട്രോഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ വേർ ദർ ഇസ് മിനിമൽ ഓർ നോ അറ്റംപ്റ്റ് ഓഫ് കാലസ് ഫോർമേഷൻ ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഈ എട്രോഫിക് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർട്രോഫിക് ടൈപ്പ് എന്ന് പറയുന്നത് വേർ
though callus is present, it does not bridge the fracture site. Callus നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ രണ്ടും തമ്മിൽ ബ്രിഡ്ജ് ഫോം ചെയ്യുന്നില്ല. ബ്രിഡ്ജിങ് ദി ഫ്രാക്ചർ സൈറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. രണ്ട് ഫ്രാക്ചർ ഫ്രാഗ്മെന്റുകൾക്ക് ഇടയ്ക്ക് ഒരു ബ്രിഡ്ജിങ് വരണം, അല്ലേ? അത് നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫ്രാക്ചർ സൈറ്റുകൾക്കാണ് ഈ പറഞ്ഞ ഡിലേഡ് യൂണിയൻ ഉണ്ടാകുന്നത്. Common sites of delayed union are non-union occurs where in the neck of the femur, scaphoid, lower third of tibia, lower third of ulna and lateral condyle of the humerus. ഇതുപോലത്തെ കണ്ടീഷനിലാണ്. അതിൽ സ്കഫോയിഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോൺ യൂണിയൻ വരാൻ ഭയങ്കര സാധ്യതയുള്ള ഒരു ബോൺ ആണ് സ്കഫോയിഡ് എന്ന് പറയുന്നത്. ഇനി കോൺസിക്വൻസസ് എന്ത് സംഭവിക്കും ഈ നോൺ യൂണിയൻ സംഭവിക്കുകയാണെങ്കിൽ? Delayed and non-union can result in a persistent pain. വേദന മാറില്ല. പേഷ്യന്റ് പലപ്പോഴും പറയും എല്ലാം ഒടിഞ്ഞിട്ടും 1 മാസമായി 2 മാസമായി, പക്ഷെ വേദന മാറുന്നില്ല. ഡിഫോമിറ്റി മാറില്ല. എങ്ങനെയാണോ ആ ഫ്രാക്ചർ സൈറ്റിൽ ഉണ്ടായ ഡിഫോമിറ്റി അത് അതുപോലെയോ അല്ലെങ്കിൽ ഏറിയോ കുറഞ്ഞോ അത് ഉണ്ടാവുക. ഫോർ അബ്നോർമൽ മൊബിലിറ്റി അറ്റ് ഫ്രാക്ചർ സൈറ്റ്, ഫ്രാക്ചർ സൈറ്റിൽ ബോണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റുകൾ ഉണ്ടാവുക, അബ്നോർമൽ മൂവ്മെന്റുകൾ ഉണ്ടാവുക. എ ഫ്രാക്ചർ ഇൻ ഡിലേഡ് യൂണിയൻ ഇഫ് സ്ട്രെസ് ക്യാൻ ലീഡ് ടു റീഫ്രാക്ചർ. അപ്പോൾ ഫ്രാക്ചർ സൈറ്റിൽ അവിടെ ബോൺ ഓൾറെഡി വീക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ റീഫ്രാക്ചർ ഉണ്ടാകാൻ, വീണ്ടും എന്തെങ്കിലും ഒരു അപകടമോ കൈകുത്തി വീഴോ ഒക്കെ വീണ്ടും സംഭവിക്കുകയാണെങ്കിൽ അവിടെ റീഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, അടുത്ത് ഡയഗ്നോസിസ്. എങ്ങനെയാണ് ഈ ഡിലേഡ് യൂണിയൻ ഡയഗ്നോസ് ചെയ്യുന്നത്? ഡിലേഡ് യൂണിയൻ ഈസ് എ ഡയഗ്നോസിസ് ഇൻ റിലേഷൻ ടു ടൈം ആണ്. അതായത് സമയത്തിനനുസരിച്ച് ഇത്ര സമയമായിട്ടും ഫ്രാക്ചർ ഹീൽ ആയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദ ഫ്രാക്ചർ മേ നോട്ട് ഷോ എനി അബ്നോർമൽ സൈൻസ് ക്ലിനിക്കലി ബട്ട് എക്സ്റേ മേ ഫെയിൽ ടു ഷോ ബോണി യൂണിയൻ. അതായത് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ബോണി യൂണിയനുള്ള സൈൻസ്, കാലസ് ഫോർമേഷൻ ഒന്നും വന്നിട്ടില്ല. ഇപ്പം നമുക്ക് ഒരു ചില ഫോട്ടോകൾ എക്സ്റേകൾ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും കാലസ് ഫോർമേഷൻ വരുന്നത്. ഇപ്പം അട്രോഫിക് യൂണിയൻ എന്ന് പറയുന്നത്, അതായത് അട്രോഫിക്കും ഹൈപ്പർട്രോഫിക് എന്ന് പറഞ്ഞ് രണ്ട് ഇത് പറയുന്നുണ്ട്. അതിലെ ഹൈപ്പർട്രോഫി എന്ന് പറയുമ്പോൾ അവിടെ കാലസ് ഉണ്ട് പക്ഷെ ബ്രിഡ്ജിങ് ഇല്ല. അട്രോഫി എന്ന് പറഞ്ഞാൽ കാലസ് വന്നിട്ടില്ല. അതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കാലസ് കാണാൻ പറ്റും. കാലസ് എന്ന് പറയുന്നത് ഈ ബോൺ രണ്ടിനും ഇടയ്ക്ക് ഒരു ഒപ്പാസിറ്റിയാണ്. ബോണിന്റെ രണ്ടിനും ഇടയ്ക്ക് ഒരു ഒപ്പാസിറ്റിയാണ് കാലസ് എന്ന് പറയുന്നത്. രണ്ടിനും ഇടയ്ക്ക് ഒരു ഒപ്പാസിറ്റി വന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ബൾജിങ് ആയിട്ടുള്ള എഫക്ട്. ഞാൻ നിങ്ങൾ ഓൾറെഡി ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ അത് പറയുക, ഞാൻ കാലസ് ഫോർമേഷന്റെ എക്സ്റേ കാണിക്കാം. ഓക്കെ, അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ചില സിംറ്റംസ് ഒക്കെ സൈൻസ് ഒക്കെ പറയാൻ പറ്റും. പേഴ്സിസ്റ്റന്റ് പെയിൻ ഉണ്ടാവുക പേഷ്യന്റിന്, പെയിൻ ഓൺ സ്ട്രെസ്സിങ് ദ ഫ്രാക്ചർ, ഫ്രാക്ചർ സൈറ്റിൽ ടെൻഡർനെസ് ഉണ്ടാവുക, മൊബിലിറ്റി, ഈ നോൺ യൂണിയനിൽ മൊബിലിറ്റി ഉണ്ടാവുക, രണ്ട് ഫ്രാക്ചർ ഫ്രാഗ്മെന്റുകൾ തമ്മിൽ അനക്കി നോക്കി കഴിഞ്ഞാൽ അനങ്ങും. ഇൻക്രീസിങ് ദ ഡിഫോമിറ്റി ഓഫ് ഫ്രാക്ചർ സൈറ്റ്, ഈ നോൺ യൂണിയനിൽ ഡിഫോമിറ്റി കൂടുക. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. റേഡിയോളജിക്കൽ ഫീച്ചേഴ്സ്, എക്സ്റേ കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കാം? ഡിലേഡ് യൂണിയൻ ആണെങ്കിൽ ദ ഫ്രാക്ചർ ലൈൻ ഈസ് വിസിബിൾ ആൻഡ് ദെയർ മേ ബി ഇനഡക്വേറ്റ് കാലസ് ബ്രിഡ്ജിങ് ഓഫ് ഫ്രാക്ചർ സൈറ്റ്. ഫ്രാക്ചർ സൈറ്റ് വിസിബിൾ ആയിരിക്കും, അതായത് ഫ്രാക്ചർ ലൈൻ ഈസ് വിസിബിൾ ആയിരിക്കും. അതായത് സാധാരണ നമുക്ക് ഫ്രാക്ചർ ലൈൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്രാക്ചർ ലൈൻ കാണത്തില്ല. ഒരു 3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ആ ഫ്രാക്ചർ ലൈൻ ഇല്ലാതിരിക്കുക. അതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള വരേണ്ടത്. അപ്പം ഫ്രാക്ചർ ലൈൻ വിസിബിൾ ആണെന്ന് പറയുമ്പോൾ അത് ഡിലേഡ് യൂണിയൻ ആണെന്നാണ് അർത്ഥം. അതുപോലെ ഇനഡക്റ്റഡ് കാലസ് ബ്രിഡ്ജിങ്, കാലസ് പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്തിട്ടില്ല, ബ്രിഡ്ജിങ് ഉണ്ടായിട്ടില്ല. അതുപോലെ നോൺ യൂണിയൻ ആണെങ്കിൽ ദ ഫ്രാക്ചർ ലൈൻ ഇസ് വിസിബിൾ ആൻഡ് there is little bridging of callus and fracture ends may be rounded, smooth and sclerotic. Fracture ends എന്ത് ചെയ്യുന്നു?
റൗണ്ടഡും സ്മൂത്തും സ്ക്ലിറോട്ടിക്കും ആവുന്നു. സ്ക്ലിറോട്ടിക് ആകുമ്പോൾ അതിന്റെ പ്രത്യേകത വെച്ചാൽ ഒപ്പാസിറ്റി ഭയങ്കര കൂടുതലായിട്ട് കാണും. ഭയങ്കര വൈറ്റ്, സാധാരണ ബോണിനേക്കാൾ വൈറ്റിഷ്നെസ് കൂടുതലായിരിക്കും അതിന്റെ ഫ്രാക്ചർ എൻഡിൽ. അങ്ങനെയൊക്കെയുള്ള ഫ്രാക്ചേഴ്സ്. അതുപോലെ മെഡുലറി ക്യാവിറ്റി മേ ബി ഒബ്ലിറ്ററേറ്റഡ്. മെഡുലറി ക്യാവിറ്റി ആ ഭാഗത്തൊക്കെ എന്താണ് ഇത് കൂടുതലായിരിക്കും. എന്താണ് ഈ പിന്നെ ഒപ്പാസിറ്റീസ് വന്നിട്ട് അതെല്ലാം ഒബ്ലിറ്ററേറ്റഡ് ആയിട്ട് മാറും. അതാണ് ഇതിന്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഒറ്റയടിക്കല്ല നമ്മളിത് മനസ്സിലാക്കുക. നമ്മൾ പല എക്സ്റേകൾ എടുത്ത് നോക്കേണ്ടി വരും. പല വ്യൂവിലുള്ള എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും. 2-3 വ്യൂ AP ഓർ ലാറ്ററൽ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒബ്ലിക് വ്യൂസ് എടുത്ത് നോക്കേണ്ടി വരും. ഒബ്ലിക് വ്യൂസ് ഒക്കെ എടുത്ത് പല രീതിയിലുള്ള ചിലപ്പോൾ എന്താണ് ഈ 3D CT സ്കാൻ ഒക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ പല പിന്നെ ഈ ഇമേജിംഗ് സ്റ്റഡീസിലൂടെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കുക. ട്രീറ്റ്മെന്റ് മോസ്റ്റ് ഫ്രാക്ചർ ഇൻ ഡിലേഡ് യൂണിയൻ യുണൈറ്റ് ഓൺ കണ്ടിന്യൂയിങ് ദ കൺസർവേറ്റീവ് മാനേജ്മെന്റ്. എന്താണ് കൺസർവേറ്റീവ് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. അതായത് എന്താണോ കാരണം, ശരിക്കും റിഡക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് വീണ്ടും റെഡ്യൂസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ബയോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. Sometimes this may not occur at the fracture, may be surgical. There may be a surgical intervention വേണ്ടി വരും. ചിലപ്പോൾ സർജിക്കൽ ഇന്റർവെൻഷൻ വേണ്ടി വരും. ബോൺ ഗ്രാഫ്റ്റിംഗ് വിത്ത് ഓർ വിത്തൗട്ട് ഇന്റേണൽ ഫിക്സേഷൻ മേ ബി റിക്വയർഡ്. ബോൺ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരുന്നേക്കാം. ട്രീറ്റ്മെന്റ് ഓഫ് നോൺ യൂണിയൻ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈറ്റ് ഓഫ് നോൺ യൂണിയൻ ആൻഡ് ദ ഡിസബിലിറ്റി കോസ്ഡ് ബൈ ഇറ്റ്. അപ്പോൾ ഏത് സൈറ്റ് ആണെന്നും എങ്ങനെയാണ് അതിന് ഡിസബിലിറ്റി വന്നിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ടാണ് വേണ്ടത്. ഓപ്പൺ റിഡക്ഷൻ, ഇന്റേണൽ ഫിക്സേഷൻ ആൻഡ് ബോൺ ഗ്രാഫ്റ്റിംഗ് ചെയ്യും. ഓപ്പൺ റിഡക്ഷൻ സർജറി ഓപ്പൺ ആക്കുക, ഇന്റേണൽ ഫിക്സേഷൻ സ്ക്രൂ ഇട്ട് മുറുക്കുക, അല്ലെങ്കിൽ കേവയർ ഇട്ട് മുറുക്കുക, അല്ലെങ്കിൽ നെയിൽ ചെയ്യുക. ആൻഡ് ബോൺ ഗ്രാഫ്റ്റിംഗ് വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു ബോൺ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വെക്കുക. ഇലിയാക് ക്രസ്റ്റ് ഒക്കെയാണ് എടുത്ത് വെക്കുക സാധാരണ. ഇലിയാക് ക്രസ്റ്റ്, ഇലിയാക് മസിൽസിന്റെ ഇലിയാക് ക്രസ്റ്റ്, ഇലിയ മിഷ്യൻ പ്യൂബിസിന്റെ ഇലിയാക് ക്രസ്റ്റ് എടുക്കും ഗ്രാഫ്റ്റിംഗിന് വേണ്ടിയിട്ട്. എക്സിഷൻ ഓഫ് ഫ്രാഗ്മെന്റ്, സംടൈംസ് അച്ചീവിംഗ് യൂണിയൻ ഇസ് ഡിഫിക്കൽട്ട് ആൻഡ് സംടൈംസ് time consuming compared with excision of one of the fragment. അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലൊരു ഫ്രാക്ചർ ഫ്രാഗ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഫ്രാഗ്മെന്റ് ഒക്കെ ചിലപ്പോൾ എക്സിഷൻ ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, ചില നോൺ യൂണിയൻസിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. സ്കഫോയിഡിന്റെ ഒക്കെ ഫ്രാക്ചർ യൂണിയന് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യില്ല. ഓക്കെ, അതൊക്കെയാണ് അതിന്റെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫ്രാക്ചറിന്റെ നോൺ യൂണിയനെ കുറിച്ചും ഡിലേഡ് യൂണിയനെ കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു മാൾ യൂണിയൻ. ഇനി നമുക്ക് പറയാനുള്ളത് മാൾ യൂണിയനും ഷോർട്ടനിങ്ങും, എവാസ്കുലർ നെക്രോസിസ്, സ്റ്റിഫ്നെസ് ഓഫ് ജോയിന്റ്സ്, സ്യൂഡക്സ് ഡിസ്ട്രോഫി, മയോസൈറ്റിസ് ഓസിഫിക്കൻസ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. നെക്സ്റ്റ് കമ്മിങ് ടു ദ മാൾ യൂണിയൻ. മാൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ നേരെ അല്ലാതെ യൂണിയൻ. ഡിലേഡ് യൂണിയനും നോൺ യൂണിയനും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് മാൾ യൂണിയൻ എന്ന് പറയുന്നത്. മാൾ യൂണിയൻ പലപ്പോഴും ട്രീറ്റ്മെന്റ് ഇല്ലാതിരിക്കുമ്പോഴോ മര്യാദയ്ക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കുമ്പോഴോ ഒക്കെയാണ് മാൾ യൂണിയൻ സംഭവിക്കുക. മാൾ യൂണിയൻ is when the fracture does not unite in proper position and it is said to have malunate. And the proper position is unite ആയില്ല. വെറുതെ ഫ്രാക്ചർ യുണൈറ്റ് ചെയ്യാൻ പോരാ. ഫ്രാക്ചർ യുണൈറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ആയിട്ട് യുണൈറ്റ് ചെയ്യണം, അല്ലേ? രണ്ട് ബോണുകൾ കറക്റ്റ് ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല യൂണിയൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇത് മാൾ യൂണിയൻ ആവും. A slight degree of mal union occurs in a large proportion of fractures. But in practice, the term is reserved for cases where resulting disability is of clinical significance. അപ്പം മാൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ചർ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡിഫോമിറ്റി പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് മാൾ യൂണിയൻ എന്ന് പറയുന്നത്. അതായത് കുറച്ചൊക്കെ മാൾ യൂണിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ വേണമെങ്കിൽ യൂണൈറ്റ് ആകാം, തെറ്റില്ല. പക്ഷേ അത് ആ മാൾ യൂണിയൻ കാരണം അല്ലെങ്കിൽ മാറി യുണൈറ്റ് ആയത് കാരണം എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ
മാൾ യൂണിയൻ എന്ന് പറയുന്നത്. Causes: improper treatment is the commonest cause. Malunion is therefore preventable in most cases by keeping a close watch on position of the fracture during treatment. അപ്പോൾ ഫ്രാക്ചർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്തിട്ട് ഓരോ പ്രാവശ്യവും ഒബ്സർവ് ചെയ്ത് കറക്റ്റായിട്ട് യുണൈറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ട്രീറ്റ്മെന്റ് ചെയ്യാൻ. Sometimes malunion is inevitable because of unchecked muscle pull. Example: fracture of clavicle or excessive comminution. Example: കോളിസ് ഫ്രാക്ചർ. ഉദാഹരണം ഞാൻ പറയാം. അതായത് അൺചെക്ഡ് മസിൽ പൂൾ എന്ന് വെച്ചാൽ മസിൽ പൂൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ ക്ലാവിക്കിളിന്റെ ഫ്രാക്ചറിൽ, അതായത് നമ്മൾ ക്ലാവിക്കൽ ബോൺ ഫ്രാക്ചർ ആവുകയാണെങ്കിൽ ക്ലാവിക്കിൾ എന്ന് പറയുന്ന ഒരു ആ ബോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ബോണിൽ മുകളിലേക്ക് പുള്ള് വരും. അതിന്റെ ലാറ്ററൽ എൻഡ് എന്ന് പറഞ്ഞാൽ ക്ലാവിക്കിളിന്റെ ലാറ്ററൽ എൻഡിൽ മുകളിലേക്ക് പുള്ള് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ മസിൽസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിങ്ങനെ മാറിപ്പോകാനുള്ള ഫ്രാക്ചർ ഫ്രാഗ്മെന്റ് മാറിപ്പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഫ്രാക്ചർ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ഈ പുള്ള് ഒഴിവാക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് malunion is inevitable in case of because of muscle pull in case of fracture of clavicle. പക്ഷെ നമുക്കത് ഒഴിവാക്കാം. എങ്ങനെ ഒഴിവാക്കാം? ഇന്റേണൽ ഫിക്സേഷൻ ചെയ്യാം. ഓപ്പറേഷൻ ചെയ്തിട്ട് സ്ക്രൂ ഇടുകയാണെങ്കിൽ ഒഴിവാക്കാം. അല്ലാതെ നമ്മൾ കൺസർവേറ്റീവ് മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് malunion ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ക്ലാവിക്കലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു malunion എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഗതിയല്ല. ബിക്കോസ് ക്ലാവിക്കിളിൽ വലിയൊരു ഫംഗ്ഷൻ ഒന്നും നമ്മുടെ ബോഡിയിൽ ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട്, ഒരു മൈൽഡ് ഫംഗ്ഷനേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു malunion വന്നാലും ഒരു മുഴ പോലൊരു ഡിഫോമിറ്റി കാണുമെന്നുള്ളതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും പേഷ്യന്റിനില്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഈ ഫ്രാക്ചർ ക്ലാവിക്കിൾ ഇന്റേണൽ ഫിക്സേഷൻ ചെയ്യാറില്ല. പലപ്പോഴും ചെയ്യാറുള്ളത് കൺസർവേറ്റീവ് മാനേജ്മെന്റ് തന്നെയാണ്. ഒരു സം ഡിഗ്രി ഓഫ് malunion ഈസ് ഓക്കെ ഓർ ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഇൻ കേസ് ഓഫ് clavicle, but excessive comminution in case of Colles fracture. Colles fracture വീണിട്ട് എന്താണ് കമ്മ്യൂണിറ്റി അതായത് പൊടിഞ്ഞു പോവാണ്, ഫ്രാക്ചർ ഫ്രാഗ്മെന്റ് കുറെ ഉണ്ടെങ്കിൽ അവിടെ malunionൊക്കെയുള്ള സാധ്യതയുണ്ട്. കോളിസ് ഫ്രാക്ചറിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോമൺ സൈറ്റ് ഫ്രാക്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദി ബോൺസ് ഓൾവേസ് യുണൈറ്റ് ബട്ട് ദേ ഓഫൺ malunate. എൻഡ് ഓഫ് ദി ബോൺ എപ്പോഴും malunion ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. supracondylar fracture of humerus, Colles fracture etc. can cause malunion. Consequences: malunion results in deformity, shortness of limb or limitation of movement. Movement limitation. ഞാൻ സുരാജിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സുരാജിന്റെ കൈ malunion ആണ്. ഒരു കൈ എൽബോയ്ക്ക് ഒരു റേഞ്ച് ഓഫ് മോഷൻ മൂവ്മെന്റ് വളരെ കുറവാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഡിഫോമിറ്റി ഉണ്ടാക്കും, ഷോർട്ടനിങ് ഓഫ് ദി ലിംബ് ഉണ്ടാക്കും, പിന്നെ ലിമിറ്റേഷൻ ഓഫ് മൂവ്മെന്റ്. ട്രീറ്റ്മെന്റ്: each case is treated on its merit. A slight degree of malunion may not require any treatment, but a malunion producing significant disability, especially in adults, needs operative intervention. The following treatment possibilities are. Treatment required എന്ന് വെച്ചാൽ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് വേണ്ട. ചെറിയൊരു ഡിഫോമിറ്റി ഒക്കെയാണ്, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഡിഫോമിറ്റി വളരെ വലുതാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഷോർട്ടനിങ് ഒക്കെ ഉണ്ട്, ഹ്യൂമറസിനൊക്കെയാണ് ഫ്രാക്ചർ, ഷാഫ്റ്റ് ഓഫ് ദി ഹ്യൂമറസ് ഓർ ഷാഫ്റ്റ് ഓഫ് ദി ഫീമർ, സുപ്രാകോണ്ടലർ ഫ്രാക്ചർ ഓഫ് ഹ്യൂമർ, ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ malunion പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പല ട്രീറ്റ്മെന്റ് മെത്തേഡ്സും ഉപയോഗിക്കും. മിക്കവാറും ഇതിനെ എന്ത് ചെയ്യുക, അതിനെ malunionനെ കറക്റ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റുകൾ സർജറി. റീഫ്രാക്ചറിങ്, വീണ്ടും പൊട്ടിച്ചിട്ട് വീണ്ടും ട്രീറ്റ്മെന്റ് ചെയ്യാം. ഓസ്റ്റിയോക്ലാസിസ് എന്നാണ് എനിക്ക് പറയുക. റീഫ്രാക്ചറിങ് ഓഫ് ബോൺ, ഓസ്റ്റിയോക്ലാസിസിന്റെ ചെയ്യുക, അത് പൊട്ടിച്ചിട്ട് വീണ്ടും ആദ്യം മുതൽ ട്രീറ്റ്മെന്റ് ചെയ്യും. അതൊരു മെത്തേഡാണ്. റീഡൂയിങ് ദ ഫ്രാക്ചർ സർജിക്കലി, ഓപ്പറേഷൻ ചെയ്ത് ആ ബോൺ മുറിച്ച് വീണ്ടും ചെയ്യുക, വീണ്ടും കറക്റ്റ് ചെയ്യുക, നെയിൽ ചെയ്ത് അല്ലെങ്കിൽ സ്ക്രൂ ഇട്ട് ഉറപ്പിക്കുക.
corrective osteotomy, redoing the fracture and poor vascularity ഒക്കെ ഉണ്ടെങ്കിൽ deformity is corrected by osteotomy at the site away from the fracture as the healing may be quicker at the new site. Example, supramalleolar corrective osteotomy or malunion for distal third tibial fractures. അതായത് വേറൊരു സ്ഥലത്ത് പിന്നെ ഇത് ചെയ്യാം, ഫ്രാക്ചർ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ബോൺ മുറിച്ച് ഇതിനെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അവിടെ കൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുക. അങ്ങനെ രണ്ട് സ്ഥലത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് കറക്റ്റീവ് ഓസ്റ്റിയോട്ടമി. എക്സിഷൻ എന്താണ്, പ്രൊട്രൂഡ് ചെയ്യുന്ന ബോണൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാം. ദാറ്റ് ഇസ് കോൾഡ് എക്സിഷൻ. നോ ട്രീറ്റ്മെന്റ്. സംടൈംസ് ട്രീറ്റ്മെന്റ് ഈസ് നോട്ട് നീഡഡ്. അതിനാണ് നോ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് കുട്ടികളിൽ റീമോഡലിംഗ് ബെറ്റർ ആണ്, കുട്ടികളിൽ ബോൺ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് ശരിയായിക്കോളും. ടൈപ്പ് ഓഫ് ഡിഫോമിറ്റി ഇസ് വെരി ലെസ്. ആംഗുലേഷൻ ആൻഡ് പ്ലെയിൻ ഓഫ് മൂവ്മെന്റ് ഇസ് അഡ്ജസ്റ്റന്റ് ജോയിന്റ്. ലൊക്കേഷൻ ഓഫ് ഫ്രാക്ചർ, ഫ്രാക്ചേഴ്സ് നിയർ ദ ജോയിന്റ് റീമോഡൽസ് ബെറ്റർ. സോ അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ മാൽയൂണിയൻ ഈസ് ഓക്കെ ആണ്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാൽയൂണിയൻ ഒന്നും അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല. നെക്സ്റ്റ് കം ടു ഷോർട്ടനിങ്. ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ നീളം കുറയുക. സാധാരണ മാൽയൂണിയനും ക്രഷ് ഇഞ്ചുറി ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്ററി ഫ്രാക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ ആണ് ഷോർട്ടനിങ് സംഭവിക്കുക. ഷോർട്ടനിങ്ങിന്റെ ലിംബിന്റെ നീളം കുറയുക. ഷോർട്ടനിങ് അപ്പർ ലിംബ് ഈസ് അൺനോട്ടിസ്ഡ്, ഹെൻസ് ദ ട്രീറ്റ്മെന്റ് ഈസ്. ചില സമയത്ത് ചെറിയ ഷോർട്ടനിങ് ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല, അതിന് ട്രീറ്റ്മെന്റ് വേണ്ട. Shortening less than 2 cm is not much noticeable. Shortening more than 2 cm is noticeable. In elderly patients, it may be compared to by raising the shoe correct ചെയ്യുക. യങ്ങർ പേഷ്യൻസ് കറക്റ്റീവ് ആംഗുലേഷൻ ഓവർലാപ്പ് ഓപ്പറേറ്റീവ് മെത്തേഡ് ചെയ്യുക, ഓപ്പറേഷൻ ചെയ്തിട്ട് അത് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ മെത്തേഡ് ഷോർട്ടനിങ്. ഇനി അവാസ്കുലർ നെക്രോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവാസ്കുലർ നെക്രോസിസ്, blood supply of some bones is that the vascularity is such that the vascularity of a part is seriously jeopardized following fracture. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്കഫോയിഡ്. ചില ബോണുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ഒരു സൈഡിൽ കൂടെ ആയിരിക്കും ബ്ലഡ് സപ്ലൈ പോവുക, മറ്റേ സൈഡിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒരു സൈഡിൽ കൂടെ തന്നെ ആയിരിക്കും പോവുക. അപ്പം എന്ത് പറ്റും, ഫ്രാക്ചർ വരുമ്പോൾ അവിടെ അങ്ങ് പൊട്ടിക്കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള അല്ലെങ്കിൽ മറ്റേ ഫ്രാഗ്മെന്റിലേക്ക് ബ്ലഡ് സപ്ലൈ കിട്ടാതെയാവും, അതങ്ങ് നെക്രോസ് ആവും. കോമൺ സൈറ്റ്സ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഫീമർ, പിന്നെ പ്രോക്സിമൽ പോൾ ഓഫ് ദി സ്കഫോയിഡിന്റെ ഫ്രാക്ചർ, ബോഡി ഓഫ് ടാലസിന്റെ ബോഡി. ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എവാസ്കുലർ നെക്രോസിസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. എവാസ്കുലർ നെക്രോസിസ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ എവാസ്കുലർ നെക്രോസിസ് കോസസ് ഡിഫോർമേഷൻ ഓഫ് ബോൺ. ഡിഫോർമേഷൻ ആണ് അവിടെ സംഭവിക്കുക. ദിസ് ലീഡ്സ് ടു സെക്കൻഡറി ഓസ്റ്റിയോആർത്രൈറ്റിസ് in a few years later. This causes painful limitation of joint movement. അതായത് പേഷ്യന്റ് കൈകുത്തി വീഴുക. നമ്മുടെ അടുത്തേക്ക് പലപ്പോഴും പല പേഷ്യൻസും യങ് പേഷ്യൻസ് പോലും വരും. റിസ്റ്റ് ജോയിന്റ് പെയിൻ ഒക്കെ ആയിരിക്കും വരിക. റിസ്റ്റ് ജോയിന്റിന്റെ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റിസ്റ്റ് ജോയിന്റ് നല്ല ഓസ്റ്റിയോആർത്രൈറ്റിക് ആയിട്ടുള്ള ഈ ഒരു ഫീച്ചേഴ്സ് ആയിരിക്കും എക്സ്റേയിൽ കാണാം. നമ്മളെ എന്തെങ്കിലും കൈകുത്തി വീണിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൈകുത്തി വീണു, അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോയി എന്ന് പറയും. മിക്കവാറും അത് സ്കഫോയിഡിന്റെ ഫ്രാക്ചർ ആകാനാണ് സാധ്യത. സ്കഫോയിഡിന്റെ ഫ്രാക്ചറിന്റെ പ്രത്യേകത പെട്ടെന്ന് എക്സ്റേ എടുത്ത് നോക്കിയാൽ കാണില്ല എന്നുള്ളതാണ് സ്കഫോയിഡ് ഫ്രാക്ചറിന്റെ പ്രത്യേകത. സ്കഫോയിഡ് ഫ്രാക്ചർ ഒരാഴ്ച കഴിഞ്ഞിട്ട് എക്സ്റേ എടുത്ത് നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്കഫോയിഡ് ഫ്രാക്ചർ വരുമ്പോൾ കൈകുത്തി വീഴുന്നു എന്ന് പറയുമ്പോൾ തന്നെ മിക്കവാറും ഫ്രാക്ചർ സസ്പെക്ട് ചെയ്യുകയും ഈ നമ്മുടെ അനാറ്റമിക്കൽ സ്റ്റഫ് ബോക്സിൽ ടെൻഡർനെസ് ഉണ്ടെങ്കിൽ സ്കഫോയിഡ് ഫ്രാക്ചർ ആണെന്ന് കൺസിഡർ ചെയ്ത് POP ഇടണം. POP ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വന്ന് നോക്കുമ്പോൾ ഈ സ്കഫോയിഡ് ഫ്രാക്ചർ ഉണ്ടെന്ന് കാണും. അപ്പൊ ചില സമയത്ത് എന്ത് ചെയ്യും, പേഷ്യന്റിന് വേദനയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ളതുകൊണ്ട് പേഷ്യന്റ് ഡോക്ടറുടെ അടുത്തേക്ക് പോകണമെന്നില്ല, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വേദനയൊക്കെ പോകും. പക്ഷേ എന്ത് ചെയ്യുന്നു, അവിടെ ആർത്രൈറ്റിസ് ഡെവലപ്പ് ആവും, പിന്നീട് ലേറ്റർ ഓൺ പെയിനും കാര്യങ്ങളൊക്കെ വരും.
അപ്പോൾ അതാണ് അവസ്കുലർ നെക്രോസിസ് എന്ന് പറയുന്നത്. അവസ്കുലർ നെക്രോസിസ് ഷുഡ് ഓൾവേസ് ബി സസ്പെക്ട് എ ഫ്രാക്ചർ വേർ ഇറ്റ് ഈസ് നോൺ ടു occur. അപ്പം അവസ്കുലർ നെക്രോസിസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. Sclerosis of necrotic area സംഭവിക്കും. Avascular of bone is unable to share diffuse osteoporosis as occurs in surrounding normal bones. Hence it stand out densely on X-ray. ആ ഭാഗം ഭയങ്കര ഡെൻസിറ്റി കൂടുതലായിട്ട് കാണും എക്സ്റേയിൽ. Deformity of the bone occurs because of the collapse of the necrosed bone. Necrosed bone collapse ആവുന്ന സമയത്ത് ഡിഫോമിറ്റി സംഭവിക്കും. See, avascular necrosis of the femoral head after the neck fracture. Femoral head it is common in case of femur head osteoarthritis ഉണ്ടാവും. ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിമിനിഷ്ഡ് ജോയിന്റ് സ്പേസ്, ഓസ്റ്റിയോഫൈറ്റ്സ് എക്സെട്ര ആണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതൊക്കെ ഓസ്റ്റിയോആർത്രൈറ്റിസ് പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ട്രീറ്റ്മെന്റ് അവസ്കുലർ നെക്രോസിസ് and റിഡക്ഷൻ ഈ സസെപ്റ്റബിൾ അങ്ങനെയുള്ള പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി റിഡക്ഷൻ വേണം. വൺസ് ഇറ്റ് ഈസ് ഒക്കേർഡ് ഫോളോയിങ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവസ്കുലർ നെക്രോസിസ് വന്നു കഴിഞ്ഞാൽ ഡിലേ വെയിറ്റ് ബിയറിംഗ് ഓൺ ദ നെക്രോട്ടിക് ബോൺ അൺടിൽ ഇറ്റ് ഈസ് റീവാസ്കുലറൈസ്ഡ്. റീവാസ്കുലറൈസ്ഡ് ആവുന്നവരെ വെയിറ്റ് ബിയറിംഗ് എടുക്കരുത്. അതുകൊണ്ട് വെയിറ്റ് ബിയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല 8 മാസം വരെ. Revascularization procedure by using vascularized bone graft. Bone grafting ചെയ്യുക, vascularized ആയിട്ടുള്ള bone grafting കൊണ്ട് revascularization ചെയ്യുക. Example, vascularized bone pedicle graft on gated trochanter in an avascular femoral head fracture. Gated trochanter in femoral head ലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. എന്താണ്? ബോൺ ഗ്രാഫ്റ്റിംഗ് ചെയ്യുക, വെയിറ്റ് ബിയറിംഗ് ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുക മുതലായവയാണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. അതിനുശേഷം ഈ അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ അടുത്ത നിങ്ങൾ ഇത് വായിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ കാണാം.